ഹായ്, എല്ലാവർക്കും അറയിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയ ഒരു ജീവചരിത്രമാണ്. കുളി കഴിഞ്ഞീറൻ പകർന്ന കേരളത്തിലെ അറിയപ്പെടുന്ന കവിയും രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന കടമേറ്റ രാമകൃഷ്ണനെ കുറിച്ചിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അവതരിപ്പിക്കുന്നത് മലയാളം മിഷൻ തെലങ്കാന ചാപ്റ്റർ അധ്യാപിക ടിസ ബിനു. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. കടമനിട്ട രാമകൃഷ്ണൻ 1935 മാർച്ച് 22 ജനിച്ചത്. പത്തനംതിട്ട ജില്ലയിലെ കടമനിട്ട എന്ന ഗ്രാമത്തിലാണ് രാമകൃഷ്ണൻ ജനിച്ചത്. അച്ഛൻ പടയണി ആചാര്യൻ മേലേത്തറയിൽ കടമനിട്ട രാമൻ നായർ ആശാൻ, അമ്മ കുട്ടിയമ്മ. ഹൈന്ദവ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട അനുഷ്ഠാന കലകളിലൊന്നായ പടയണിക്ക് പ്രശസ്തമാണ് കടമനിട്ട ഗ്രാമം. രാമകൃഷ്ണൻ്റെ ജീവിതത്തിൽ ഈ കല ചെറുതല്ലാത്ത സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. കേരളത്തിൻ്റെ നാടോടി സംസ്കാരത്തെയും പടയണി പോലെയുള്ള നാടൻ കലാരൂപങ്ങളെയും സന്നിവേശിപ്പിച്ച രചനാശൈലി സ്വീകരിച്ചാണ് രാമകൃഷ്ണൻ സാഹിത്യലോകത്ത് ശ്രദ്ധേയനായത്. ഛന്ദശാസ്ത്രം അടിസ്ഥാനമാക്കിയ കാവ്യരചനയേക്കാൾ നാടോടി കലാരൂപങ്ങളുടെ താളം കവിതകളിൽ കൊണ്ടുവന്ന അദ്ദേഹം ആധുനിക രചനാ ശൈലിയുടെ വക്താവായി മാറി. 1960കളിൽ കേരളത്തിൽ ശക്തമായിരുന്ന നക്സലേറ്റ് പ്രസ്ഥാനത്തിൻ്റെ സ്വാധീനം രാമകൃഷ്ണൻ്റെ രചനകളിൽ നിഴലിക്കുന്നുണ്ട്. സമകാലികരായ കവികളിലധികവും പ്രകൃതി കേന്ദ്രീകൃത രചനകളിൽ ശ്രദ്ധയൂന്നിയപ്പോൾ മനുഷ്യ കേന്ദ്രീകൃതമായിരുന്നു കടമനിട്ടയുടെ കവിതകൾ. 1970കൾക്ക് ശേഷം കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ സാംസ്കാരിക സംഘടനകളിൽ സജീവ പ്രവർത്തകനായി. ആറന്മുള നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ഒരു തവണ കേരള നിയമസഭയിലും അംഗമായി. കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ അധ്യക്ഷനും ആയിരുന്നു അദ്ദേഹം. ബിരുദ പഠനത്തിനു ശേഷം കൊൽക്കത്തയിലേക്ക് പോയി. പിന്നീട് മദ്രാസിലെത്തി 1959 പോസ്റ്റൽ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് വകുപ്പിൽ ഉദ്യോഗം സ്വീകരിച്ചു. 1967 മുതൽ 1992 വിരമിക്കുന്നതുവരെ തിരുവനന്തപുരത്തായിരുന്നു ജോലി. 1965 ഞാൻ എന്ന കവിത പ്രസിദ്ധപ്പെടുത്തി. 1976 ആദ്യത്തെ പുസ്തകം പുറത്തിറങ്ങിയത്. കേരള കവിത ഗ്രന്ഥവലിയായിരുന്നു പ്രസാധകർ. കവിതയിലെ ആധുനികതയെ ഒഴിഞ്ഞുമാറലിനതീതമായ ഒരാഘാതമാക്കി തീർത്ത കവിയാണ് കടമനിട്ടയെന്നും അദ്ദേഹത്തിൻ്റെ കവിതയിലെ ഭാവമേതായാലും അതിന് അപ്രതിമമായ രൂക്ഷതയും ദീപ്തിയും ഊഷ്മളതയുമുണ്ടെന്നും വിമർശകർ അഭിപ്രായപ്പെടുന്നുണ്ട്. മലയാള കവിതാസ്വാദകരെ നടുക്കിയുണർത്തിയ കവിതകളായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ഭാഷാപരമായ സഭ്യതയെയും സദാചാരപരമായ കാപട്യത്തെയും ഭൗതികമായ ലഘുത്വത്തെയും കാൽപ്പനികമായ മോഹനിദ്രയെയും അതിലംഘിച്ച കവിതകളായിരുന്നു കടമനിട്ടയുടേത്. ആധുനിക കവിതയുടെ സംവേദനപരമായ എല്ലാ സവിശേഷതകളും പ്രകടിപ്പിക്കുമ്പോൾ തന്നെ തികച്ചും കേരളീയമായ ഒരു കാവ്യാനുഭവം സൃഷ്ടിക്കുന്നതിൽ അദ്ദേഹം ഏറെ വിജയം നേടി. വൈദേശികമായ ഇറക്കുമതി ചരക്കാണ് ആധുനിക കവിത എന്ന് വാദിച്ച പരമ്പരാഗത നിരൂപന്മാർക്ക് പോലും കടമനിട്ട കവിത ആവിഷ്കരിച്ച കേരളീയ ഗ്രാമീണതയുടെയും വനരൗദ്രതയുടെയും വയൽ മണങ്ങളുടെയും ചന്ദന തൈമര യൗവനത്തിൻ്റെയും മൗലിക സൗന്ദര്യത്തിനു മുൻപിൽ നിശബ്ദരാകേണ്ടി വന്നു. പ്രധാന കൃതികൾ കുറത്തി, കുഞ്ഞെ മുലപ്പാൽ കുടിക്കരുത്, മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു, വെള്ളി വെളിച്ചം, കോഴി, കാട്ടാളൻ, ചാക്കാല, ഒരു പശുക്കുട്ടിയുടെ മരണം, ശാന്ത, ഗോദയെ കാത്ത്, വെയിറ്റിംഗ് ഫോർ ഗോദ എന്ന നാടകത്തിൻ്റെ വിവർത്തനമാണ്. സൂര്യശില ഒക്ടവിയോ പാസിൻ്റെ സൺസ്റ്റോൺ എന്ന കൃതിയുടെ വിവർത്തനമാണ്. ശാന്ത എന്ന കവിത അദ്ദേഹത്തിൻ്റെ പത്നിയെക്കുറിച്ച് എഴുതിയതാണ്. കടമനിട്ടയുടെ കവിതകൾ എന്ന പുസ്തകം 1982 ആശാൻ പുരസ്കാരവും കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും നേടി. അബുദാബി മലയാളി സമാജം പുരസ്കാരം,
ന്യൂയോർക്കിലെ മലയാളം ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരം. മസ്കറ്റ് കേരള സാംസ്കാരിക കേന്ദ്രം ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങൾ. 2004 ബഷീർ പുരസ്കാരം. 2006 മഹാകവി പണ്ടാളം കേരളവർമ്മ കവിതാ പുരസ്കാരം. സാംസ്കാരിക കേന്ദ്രം അവാർഡ് എന്നിവയാണ് അദ്ദേഹത്തിന് കിട്ടിയ അവാർഡുകൾ. ഏറെ കാലമായി വിവിധ രോഗങ്ങൾ അലട്ടിയിരുന്ന കടമ്മനിട്ടയെ അർബുദ രോഗബാധയെ തുടർന്ന് 2008 ജനുവരിയിൽ പത്തനംതിട്ടയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2 മാസം അസുഖം കൂടിയും കുറഞ്ഞുമിരുന്ന അദ്ദേഹം അവിടെ വെച്ച് 2008 മാർച്ച് 31 രാവിലെ 9 മണിയോടെ അന്തരിച്ചു. 73-ാം പിറന്നാൾ ആഘോഷിച്ച് 9 ദിവസങ്ങൾക്കു ശേഷമായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. മൃതദേഹം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.